പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ റസൽ പലൂസ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ റിവ്യൂ ആണ്. റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റ് ആരംഭിക്കുന്നത് പാറ്റ് മക്ഫി എന്ന കമൻറ്റേറ്ററുടെ റിട്ടേണോട് കൂടിയിട്ടാണ്. പാറ്റ് മക്ഫി ആ കമൻറ്റേഴ്സ് ടേബിളിൽ ജോയിൻ ചെയ്യുന്നു. ആദ്യമായി പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച മത്സരം ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ജോൺ സിന തമ്മിലുള്ള മത്സരമായിരുന്നു. ആദ്യം ബ്രോക്ക് ലെസ്നർ റിങ്ങിലേക്ക് വരുന്നു, പിന്നാലെ ജോൺ സിന റിങ്ങിലേക്ക് വരുന്നു. ഈ മത്സരം ഒരു ബിഗ് ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ ഇരുവർക്കും കൊടുക്കാൻ വേണ്ടി അലീഷ ടൈലർ ആദ്യം ജോൺസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബ്രോക്കിനെ സംബന്ധിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന സമയത്ത് പോൾ ഹേമൻ അങ്ങോട്ടേക്ക് മൈക്ക് എടുത്തുകൊണ്ട് കാണികളുടെ ഇടയിൽ നിന്ന് കയറി വരുന്നുണ്ട്. എന്നിട്ട് പോൾ ഹേമൻ പഴയ രീതിയിൽ ബ്രോക്കിന് കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ ഇവിടെ ബ്രോക്കിന് കൊടുത്ത് അവിടെ വിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയുള്ള ഒരു സർപ്രൈസോട് കൂടിയിട്ടാണ് റസൽ പലൂസ ആരംഭം കുറിക്കുന്നത്. ഈ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 3 ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ജോൺ സിന ബ്രോക്കിനെതിരെ ചെയ്തിട്ടുണ്ട്. 5 or 6 F5 ബ്രോക്ക് ലെസ്നർ ജോൺസിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. റഫറിയെ മത്സരശേഷം F5 ചെയ്തിട്ടുണ്ട്. കൂടാതെ ജർമ്മൻ സൂപ്ലെക്സ് എന്ന് പറയുന്ന മൂവ് 2-3 തവണ ബ്രോക്ക് ലെസ്നർ ജോൺസിനെതിരെ ചെയ്തിട്ടുണ്ട്. അതിലുപരി മറ്റൊന്നും നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചില്ല. ടിപ്പിക്കൽ ബ്രോക്ക് ലെസ്നർ മത്സരം തന്നെയായിരുന്നു. ഈ റിട്ടയർമെൻറ്റ് ടൂറിൽ ജോൺസിനേക്ക് ഈ ഒരു മത്സരം കൊടുത്തത് കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. മത്സരശേഷവും ബ്രോക്ക് ലെസ്നർ ജോൺസിനെ F5 കൊടുത്ത് ആക്രമിച്ചത് ഇനിയൊരു മത്സരം കൂടി കൊണ്ടുവരാനുള്ള വഴി തുറന്നിടുന്നുണ്ടോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ലാസ്റ്റ് ടൈം എവർ ഇരുവരും ഫേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഹെഡ്ലൈനൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്ന മത്സരമായതുകൊണ്ട് തന്നെ ഇനിയൊരു ചാൻസ് ജോൺ സിന വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള മത്സരത്തിന് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ബാക്കിയുണ്ട്. എന്തായാലും ജോൺ സിന വേഴ്സസ് ബ്രോക്ക് തമ്മിലുള്ള മത്സരം ആരാധകർ പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിലേക്ക് എത്തിയില്ല. ജോൺ സിന ബ്രോക്കിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതൊന്നും മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് ഈ മത്സരത്തെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കോട് കൂടി ഒരു ഇവൻറ്റ് ആരംഭിക്കുമ്പോൾ പിന്നീട് വരുന്ന മത്സരങ്ങൾക്കും ആ ഒരു ഇമ്പാക്റ്റ് ലഭിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ജോൺ സിനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രോക്ക് ലെസ്നർ മത്സരത്തിൽ വിജയിച്ചു കയറുന്നതാണ് കാണാൻ സാധിച്ചത്. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ചത് ദ ഊസോസ് വേഴ്സസ് ബ്രോൺസൺ റീഡ് ആൻഡ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള ഒരു ടാഗ് ടീം മത്സരമാണ്. ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിലെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ട് LA Knight ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. അതായത് ഈ റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റ് ആരംഭിക്കുന്നതിന് മുൻപുള്ള ഒരു പ്രീ ഷോയിലാണ് LA Knightനെ സ്പെഷ്യൽ ഗസ്റ്റ് റഫറിയായി ആദം പിയേഴ്സ് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ LA Knightനെ ഈ ഊസോസ് എന്ന് പറയുന്ന ടീമിലെ ജെയ്ക്കെതിരെയും അതുപോലെ തന്നെ ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവർക്കെതിരെയും പ്രശ്നമുണ്ട്. ജിമ്മിക്കെതിരെ മാത്രമാണ് വലിയ പ്രശ്നമില്ലാത്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റോറി ഈ മത്സരത്തിൽ പറഞ്ഞു പോകുമെന്നുള്ളത് LA Knightനെ ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് റഫറിയാക്കി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായതാണ്. അത് തന്നെയാണ് നമുക്ക് മത്സരത്തിലും ഉടനീളം കാണാൻ സാധിച്ചത്. ഒരു നോർമൽ ടാഗ് ടീം മത്സരം ആയിരുന്നെങ്കിൽ പോലും ഇതിൽ സ്റ്റീൽ ചെയർ ഉപയോഗിക്കാനുള്ള അവസരവും ടേബിൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരവും LA Knight തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് നിങ്ങൾക്ക് വിജയിക്കാൻ എന്ത് ട്രിക്ക് വേണമെങ്കിലും എടുക്കാൻ ഞാൻ ഈ ഒരു മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ കൊണ്ടുപോകില്ല എന്നുള്ളത്. എന്നാൽ മത്സരത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത് 2 വർഷങ്ങൾക്ക് ശേഷം റീയൂണിയൻ നടത്തിയൊരു നോർമൽ ടാഗ് ടീം മത്സരത്തിന് ഇറങ്ങുന്ന ഊസോസ് വിജയിക്കുമെന്നാണ്. പക്ഷേ നമ്മുടെ പ്രഡിക്ഷൻസ് എല്ലാം തെറ്റിച്ചുകൊണ്ട് ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് തുടങ്ങിയവരുടെ ടീം വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൻ്റെ അവസാന മൊമെൻറ്റ്സിൽ LA Knightനെയും ജിമ്മി ഊസോയെയും സ്പിയർ ചെയ്യാൻ വേണ്ടി ബ്രോൺ ബ്രേക്കർ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അവിടെ LA Knightനെ തള്ളി മാറ്റിക്കൊണ്ട് ജെയും ജിമ്മിയും ആ ഒരു സ്പിയർ ഏറ്റുവാങ്ങുന്നു. എന്നിട്ട് ഒരു സുനാമിയും കൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് ജയെ പിൻ ചെയ്തിട്ട് ഈ മത്സരത്തിൽ ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവരുടെ ടീം വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഊസോസിൻ്റെ റിയൂണിയൻ കൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരുടെ സ്റ്റോറി ഇനിയും മുന്നോട്ടേക്ക് പോകുമെന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞു പോകുന്നുണ്ട്. മൂന്നാമതായി നമുക്ക് കാണാൻ സാധിച്ചത് വെക്കേറ്റ് ചെയ്ത വുമൻസ് വേൾഡ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇയോ സ്കൈ വേഴ്സസ് സ്റ്റെഫനി വെക്കേർ തമ്മിലുള്ള മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതികിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് പതിവ് പോലെ ഇരുവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു. ഞാൻ പ്രഡിക്ഷൻ വീഡിയോയിൽ ഇയോ സ്കൈ വിജയിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു പ്രഡിക്ഷൻ തെറ്റി. സ്റ്റെഫനി വെക്കേർ വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റെഫനി വെക്കേർ പുതിയ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആയിരിക്കുന്നു. അപ്പോൾ ഈ മത്സരത്തെ സംബന്ധിച്ച് അങ്ങനെ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. കാരണം കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ്, ഹൈ ഫ്ലൈയിങ് തലത്തിൽ തന്നെ ഈ മത്സരം അതിഗംഭീരമായി ഈ റെസ്ലേഴ്സ് കൊണ്ടുപോയി. ക്ലീനായി തന്നെ ഇയോ സ്കൈയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിയിട്ടാണ് സ്റ്റെഫനി വെക്കേർ പുതിയ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആകുന്നത്. അതിനുശേഷം താരത്തിൻ്റെ അച്ഛനൊപ്പം ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിൻ്റെ ഒരു സെലിബ്രേഷനും താരം കാഴ്ചവെക്കുന്നുണ്ട്. മറ്റൊന്നും ആ മത്സരശേഷം നടന്നിട്ടുണ്ടായിരുന്നില്ല. നാലാമതായി നമുക്ക് കാണാൻ സാധിച്ചത് ഒരു മിക്സ്ഡ് ടാഗ് ടീം മത്സരമാണ്. നിലവിലെ
വുമൻസിൻ്റെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ചും വേൾഡ് ചാമ്പ്യനായ സെത്ത് റോളിൻസും ടീം ആയിക്കൊണ്ട് CM Punk, AJ Lee തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു മിക്സ്ഡ് ടാഗ് ടീം മത്സരം, ഒരു സ്ലോ പേസിൽ നടന്ന ഒരു മത്സരം. മത്സരത്തിൻ്റെ ഒരു 3/4 ഭാഗത്തോളം സെത്തും പങ്കും തമ്മിൽ ഈ റിങ്ങിൽ ഷെയർ ചെയ്തത്. അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. AJ Leeക്ക് ടാഗ് കൊടുക്കാൻ വേണ്ടി പങ്ക് ശ്രമിക്കുന്ന ഒരു സമയത്ത് പല തരത്തിൽ അവർ ആ ഒരു ടാഗ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്റ്റോറി അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അവസാനം AJ Leeക്ക് ടാഗ് കൊടുക്കുന്നതും AJ Lee പിന്നീട് അങ്ങോട്ട് വലിയൊരു ആക്രമണം ബെക്കി ലഞ്ചിനെതിരെ കാഴ്ചവെക്കുന്നതുമൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളായിരുന്നു. അതിനുശേഷം ഫൈറ്റ് പിന്നെ ഈ AJ Leeയും സെത്തും തമ്മിലുള്ള ഒരു രീതിയിലേക്ക് എത്തി. AJ Leeയുടെ കുറേയധികം മൂവ്സ് സെത്തിനെതിരെ ചെയ്യുന്നു. ബെക്കി ലഞ്ചും പങ്കിനെ ആക്രമിക്കുന്നുണ്ട്. ഷാർപ്പ് ഷൂട്ടർ എന്ന് പറയുന്ന ഫിനിഷർ അല്ലെങ്കിൽ ആ ഒരു സബ്മിഷൻ ഇട്ടിട്ട് ബെക്കി ലഞ്ച് പങ്കിനെ ആക്രമിക്കുന്നു. തിരിച്ച് അതിനൊരു കൗണ്ടർ ചെയ്തിട്ട് ഷാർപ്പ് ഷൂട്ടർ ഇട്ട് പങ്ക് ബെക്കിയെ ആക്രമിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഇരുവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്രമിക്കുന്ന രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മത്സരത്തിൻ്റെ അവസാനം കമൻറ്റേഴ്സ് ടേബിളിൽ വെച്ച് ഒരു കമൻറ്റേഴ്സ് ടേബിളിൻ്റെ മുകളിൽ CM Punk സെത്തിനെ ആക്രമിക്കുന്നു. മറ്റേ കമൻറ്റേഴ്സ് ടേബിളിൻ്റെ മുകളിൽ AJ Lee ബെക്കിയെ ആക്രമിക്കുന്നു. പക്ഷേ AJ Leeയെ അവിടെ നിന്ന് നേരെ ബെക്കി ലഞ്ച് സെത്തിൻ്റെയും പങ്കിൻ്റെയും അടുത്തേക്ക് തള്ളിയിടുന്നു. അങ്ങനെ ആ ഒരു ടേബിൾ ബ്രേക്കായിട്ട് വീഴുന്നു. എന്നിട്ട് ബെക്കി ലഞ്ച് AJ Leeയെ എടുത്ത് റിങ്ങിലേക്ക് ഇടുന്നു. അവിടെ ആ തരത്തിൻ്റെ ഫിനിഷർ അടിച്ച് മത്സരം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയത്ത് സബ്മിഷൻ ഇട്ട് സബ്മിറ്റ് ചെയ്ത് ബെക്കി ലഞ്ചിനെ പരാജയപ്പെടുത്തി AJ Lee ആ ടീമിന് വിജയം നേടിക്കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ CM Punk, AJ Lee തുടങ്ങിയവരുടെ ടീം ഈ ഒരു മിക്സ്ഡ് ടാഗ് ടീം മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു. കൂടാതെ ബെക്കി ലഞ്ചിനെ AJ Lee സബ്മിറ്റ് ചെയ്തിട്ട് വിജയിച്ചതുകൊണ്ട് തന്നെ വുമൻസ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിന് ഇനി ബെക്കി ലഞ്ചിൻ്റെ ചലഞ്ചറായി വരാൻ പോകുന്നത് AJ Lee തന്നെ ആയിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മെയിൻ ഈവൻറ്റ് മത്സരത്തിന് മുൻപ് നമുക്കൊരു സർപ്രൈസ് മൊമെൻറ്റ് കാണാൻ സാധിച്ചത് ദി അണ്ടർടേക്കറിൻ്റെ അമേരിക്കൻ ബാഡാസ് എന്ന് പറയുന്ന കഥാപാത്രത്തിലുള്ള ഒരു വരവാണ്. ആ ഒരു മോട്ടോർ സൈക്കിളിൽ വന്നതിന് ശേഷം റിംഗ് സൈഡിലുണ്ടായിരുന്ന സ്റ്റെഫനി മെക്മാൻ്റെ ഒപ്പം ഇരുന്ന് അണ്ടർടേക്കർ സംസാരിക്കുന്നുണ്ട്. നമ്മൾ കുറേയധികം വർഷങ്ങളായിട്ട് അറിയുന്നവരാണ്, നമ്മൾ കുറേയധികം മൊമെൻറ്റ്സ് പരസ്പരം പങ്കുവച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അടുത്ത വർഷത്തെ ഹോൾ ഓഫ് ഫെയിമിലേക്ക് ആദ്യ ഇൻഡക്റ്റി ആയിട്ട് സ്റ്റെഫനി മെക്മാൻ്റെ പേര് അവിടെ അണ്ടർടേക്കർ വെളിപ്പെടുത്തുന്നു. അപ്പോൾ സ്റ്റെഫനിയെ സംബന്ധിച്ച് അതൊരു സർപ്രൈസ് ആയിരുന്നു. ആ ഒരു റിയാക്ഷൻ കണ്ടാൽ തന്നെ അറിയാം സ്റ്റെഫനി അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത്. ആ ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടാണ് പിന്നീട് മെയിൻ ഇവൻറ്റിലേക്ക് എത്തുന്നത്. മെയിൻ ഇവൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് നമ്പർ 1 കണ്ടന്ററായ ഡ്രൂ മാക്കൻറ്റയറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം ഒരു ഫാസ്റ്റ് പേസ് മത്സരമായിരുന്നു. ഒരിക്കലും സ്ലോ ആയിട്ടുണ്ടായിരുന്നില്ല. നല്ല നല്ല മൂവ്സ് ചെയ്ത് അവസാനം വരെ ഒരു മത്സരം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കോഡി റോഡ്സ് ഇടയ്ക്ക് ഒന്ന് സ്ലിപ്പാകുന്ന പോലെയൊക്കെ ആ മത്സരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ മത്സരത്തിൽ പറഞ്ഞു പോയതാണോ അതോ കോഡിക്ക് മത്സരത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഞ്ചുറി പറ്റിയതാണോ എന്നുള്ളത് അറിയില്ല. ഈ മത്സരം എങ്ങനെയെങ്കിലും വിജയിക്കുക, പുതിയ ചാമ്പ്യൻ ആകുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഡ്രൂവിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൂവിൻ്റെ കയ്യിലുള്ള എല്ലാ ട്രിക്കുകളും ഡ്രൂ പുറത്തേക്ക് എടുത്തു. ആ ടേൺ ബക്കിളിൽ നിന്ന് ആ പാഡ് ഊരുന്നതും കൂടാതെ ആ കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ഒരിക്കൽ കൂടി കോഡി റോഡ്സിൻ്റെ തലയ്ക്ക് ഇഞ്ചുറി പറ്റുന്ന രീതിയിലൊരു ആക്രമണം കാഴ്ചവെക്കുന്നതുമായിട്ടുള്ള രീതികളിലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അതൊക്കെ ബാക്ക് ഫയർ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡ്രൂ വിചാരിച്ച പോലെ അതൊന്നും നടന്നില്ല. കൂടാതെ അവസാനം ആ കമൻറ്റേഴ്സ് ടേബിളിൽ കോഡി റോഡ്സിന് ഒരിക്കൽ കൂടി ആ ക്ലൈമോർ കിക്ക് കൊടുത്ത് ആക്രമിക്കാൻ വേണ്ടി എടുത്ത ആ ഒരു തീരുമാനം അത് മണ്ടത്തരമായിരുന്നു. അത് ഡ്രൂ മാക്കൻറ്റയറിനെ പരാജയത്തിലേക്ക് നയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കോഡി റോഡ്സ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. അതിനുശേഷം ഡ്രൂവിൻ്റെ കാലിന് പരിക്ക് പറ്റുന്നു. പിന്നീട് റിങ്ങിലേക്ക് കയറി ക്ലൈമോർ കിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കോഡി ഈ അവസരം മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സൂപ്പർ കട്ടർ എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ മൂവ് ചെയ്യുന്നു. അതിനുശേഷം ഫിനിഷറായ ക്രോസ് റോഡ്സ് ഇട്ടുകൊണ്ട് ഡ്രൂ മാക്കൻറ്റയറിനെ പിൻ ചെയ്തിട്ട് പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡ്രൂവിനെ പരാജയപ്പെടുത്താനായിരുന്നെങ്കിൽ എന്തിനീ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം വെച്ചു എന്നുള്ളത് ചോദ്യമാണ്. മറ്റൊരു സർപ്രൈസ് എലമെൻ്റ് ഒന്നും കാണിക്കാതെ ഈ മത്സരം എന്തിന് അവസാനിപ്പിച്ചു എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ എന്തിന് ഈ ഒരു മത്സരം മെയിൻ ഇവൻറ്റിലേക്ക് വെച്ചു എന്നുള്ളതും ചോദ്യചിഹ്നമാണ്. അമേരിക്കയിൽ ESPN എന്ന് പറയുന്ന പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് കൂടുമാറുന്നതിന് വേണ്ടി വെറും ഒരു തട്ടിക്കൂട്ട് ഷോ ആയിട്ട് വെച്ചതാണോ ഈ ഒരു റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റ് എന്നുള്ളതും ആരാധകർക്കിടയിൽ ഇപ്പോൾ ഒരു ചർച്ചയായിട്ടുണ്ട്. എന്തായാലും കോഡി റോഡ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതോടുകൂടി കാണിച്ചുകൊണ്ടാണ് ഈ റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റ് അവസാനിച്ചത്. റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ, ഏതൊക്കെ മാച്ചാണ് നിങ്ങൾക്ക് ഗംഭീരമായിട്ട് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.